കമോൺ, ഈ ബാർബക്യൂം ക്യാമ്പിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല പിക്നിക് സ്പോട്ട് പറഞ്ഞേ. വാഷ്റൂം ഫെസിലിറ്റി വേണം, കിഡ്സിന് പ്ലേ ഗ്രൗണ്ടും വേണം. ഇനി അതിനായിട്ട് ഓടാനും വയ്യ. അങ്ങനെ ഒരു റിക്വസ്റ്റ് ഒരു വീക്കെൻഡ് വന്നപ്പോൾ ഈ അടുത്ത് പോയാൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൽബ ഹാങ്ങിങ് ഗാർഡനാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തത്. യുഎയിലെ മിക്ക ലോങ് ഡ്രൈവുകളും പോണ വഴിയെല്ലാം മരുഭൂമിയും മലകളാലൊക്കെ ചുറ്റപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ പോണ ഒരു വഴിയിൽ അതൊരു മൗണ്ടൻ ആണെന്ന് പോലും തോന്നിപ്പിക്കാത്ത വിധം മുഴുവൻ പച്ചപ്പ് മൂടി പച്ചപ്പിന്റെ കളർ കൂട്ടാന് ഇടയ്ക്ക് പല നിറത്തിലുള്ള പൂക്കളും നിറഞ്ഞ് ഒരു പൂന്തോട്ടം തന്നെ ആകാശത്ത് നിന്ന് തൂക്കിയിട്ട പോലെ നിൽക്കുക. അതിനൊരു ആർബോർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുകളിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം പൊട്ടി താഴേക്ക് ഒഴുകുന്നുണ്ട്. വെറുതെ ചാടിയവരല്ല, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്ന് താഴേക്ക് വീഴുകയാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാന് പച്ച വിരിച്ച ലോൺസ്, താഴെ ഇരിക്കാൻ പറ്റില്ല. സീറ്റിൽ സൗകര്യമായിരുന്നു ആസ്വദിക്കണം എന്നാണെങ്കിൽ അതിനും സൗകര്യം. ഇതിലൊന്നും വീഴാത്ത പിള്ളേർ സെറ്റിന് കളിക്കാനാണെങ്കിൽ പാർക്കും സ്കേറ്റ് ബോർഡ് ഏരിയ. ഇനി പിള്ളേർക്കും മുതിർന്നവർക്കും ഒരുപോലെ കുട്ടികളായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ടോയ് ട്രെയിനും, അതും പെർ പേഴ്സൺ 2 ദിർഹമുള്ളൂ. എവിടെ കിട്ടും ആ റേറ്റില്? ഒരു മാളിലും ഒരു പബ്ലിക് പ്ലേസിലും 10 ദിർഹത്തിൽ കുറഞ്ഞിട്ട് കണ്ടിട്ടില്ല. അതും ഇവിടെ ഇത്രയും അടിപൊളി വ്യൂ ആസ്വദിച്ച് പോകാൻ പറ്റുമ്പോ. പിന്നെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ? ഇത്രയും ഒക്കെ പറയാനുണ്ടോ എന്ന് കെട്ടിയൊരങ്ങാൻ ചോദിക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് സെയിം ഫീൽ കിട്ടുന്ന സ്പോട്ടുകൾ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാടുണ്ട്, എടുക്കട്ടെ എന്നങ്ങ് ചോദിച്ചേക്കണം. ജസ്റ്റ് 5 ദിർഹം എൻട്രി ഫീക്ക് ആസ്വദിക്കാൻ ഇത് ധാരാളമാണ്. ഇനി ടോപ്പ് വ്യൂ കാണാനും ഗാർഡന് കൂടുതൽ നടന്ന് ആസ്വദിക്കാനും സ്റ്റെപ്സ് ആയിട്ട് വാക്ക് വേ ഉണ്ട്. ടോപ്പ് വ്യൂ ഒക്കെ കാണുന്നുണ്ട്, സ്റ്റെപ്സ് ഒന്നും കയറാൻ വയ്യ. എന്നാണെങ്കിൽ നേരെ കാറും എടുത്ത് വിട്ടോ. മെയിൻ റോഡിലെ നെക്സ്റ്റ് എക്സിറ്റ് ഗാർഡന്റെ മുകളിലേക്കാണ്. പിന്നെ ഇതിന്റെ ഡേ വ്യൂവും നൈറ്റ് വ്യൂവും രണ്ടും സ്പെഷ്യൽ ആട്ടാ. അപ്പൊ എങ്ങനെയാ, സ്പോട്ട് അടിപൊളിയല്ലേ?